മിക്ക ദിവസം വൈകിട്ടൊക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇന്നലെ രണ്ടെണ്ണത്തിന് നമ്മൾ കണ്ടു. ഇന്നലെ രണ്ടെണ്ണത്തിന് കണ്ടതിന് ശേഷം ഇന്ന് രാവിലെ നമ്മൾ വന്ന് ഫൗണ്ടേഷനൊക്കെ പൊളിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നമുക്കൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പൊളിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വീടിന് മൊത്തത്തിലായിട്ട് പൊളിക്കേണ്ടതായിട്ട് വരും ഇനി നോക്കണമെങ്കിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാത്റൂമിലെ ടൈല് ഇളക്കി നോക്കിയിട്ടുണ്ട്, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അത് സീൽ ചെയ്യാന്നുള്ളതാണ്. മൊത്തത്തിൽ ഇനി പാമ്പ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വരാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഹോളുണ്ടെങ്കിൽ സീൽ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. സാന്നിധ്യം ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളൊരു അനുമാനം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കാം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് കാണാൻ സാധ്യതയില്ല. എല്ലാ ദിവസവും വൈകിട്ടാകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ സാന്നിധ്യം ഉണ്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അതിനെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വീട്ടുകാർ പറയുന്നത് ഈ പാമ്പിൻ്റെ സാന്നിധ്യം അതിൻ്റെ ഒരു ഭീഷണി ഒഴിവാക്കിയതുകൊണ്ട് ഇവിടെ താമസിക്കുക എല്ലാവർക്കും ഭയമാണെന്നാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉറപ്പാക്കാൻ പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹോളുകൾ ഉണ്ടെങ്കിൽ അത് സീൽ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളത്. ഇപ്പോൾ ബാക്കി നമുക്ക് വേറെ ഒന്നും സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫൗണ്ടേഷനുള്ളിലായിരിക്കാം. ഫൗണ്ടേഷനുള്ളിൽ നമ്മൾ തെരച്ചിൽ നടത്താമെന്നുണ്ടെങ്കിൽ വീടിന് ചുറ്റും പൊളിച്ച് അത് പ്രായോഗികമായ ഒരു കാര്യമല്ല. ആയതിനാൽ അപ്പോൾ അദ്ദേഹം അത് സീൽ ചെയ്യാന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പൊളിച്ച ഹോളുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീടിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് ഹോളുകളൊക്കെ ഒന്ന് അടയ്ക്കാമെന്നുള്ള രീതിക്കാണ് അദ്ദേഹം സംസാരിച്ച് വീട്ടുകാരെ. എങ്ങനെ അല്ല, എങ്ങനെ സീൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ പുറത്തുനിന്നൊരു ഹോള് വീടിൻ്റെ അകത്തേക്ക് ഇല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ അകത്തേക്ക് എത്തിപ്പെടാൻ വഴിയില്ലല്ലോ. ഈ പ്രദേശം സാധാരണ രീതിയിൽ പാമ്പിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. പൊതുവേ ഈ വേനൽക്കാലം ആയതുകൊണ്ടാണ്, ഈ ചൂട് കൂടിയതുകൊണ്ടാണ് ഇങ്ങനെ പൊതുവേ ഇങ്ങനെ പാമ്പിൻ്റെ സാന്നിധ്യം കൂടി വരുന്നത്. അല്ലെങ്കിൽ നോർമലി സാധാരണ നാട്ടുപുറത്ത് കാണുന്ന പോലെയുള്ള ആണ് കണ്ടുവരാറുള്ളത്. കേട്ടോ. സാറിൻ്റെ പേര്? എൻ്റെ പേര് ജോബി. ഞാൻ ഫോറസ്റ്റ് ഓഫീസറാണ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്, വെള്ളിക്കുള റേഞ്ച്.